നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ശുക്രൻ ഉദിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർ 2025 മെയ് മാസത്തിൽ ശുക്രൻ രാശി മാറുകയാണ്. ഒരു വർഷത്തിന് ശേഷം സ്വന്തം രാശിയായ ഇടവത്തിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നു. ഈ ഒരു രാശി മാറ്റം 3 രാശിക്കാർക്ക് ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സമ്മാനിക്കും. ഇവരുടെ പ്രതിസന്ധികളൊക്കെ അകലും. ഇവർക്ക് രക്ഷപ്പെടുവാൻ ഈ സമയം സാധ്യമാകും. ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു അനുകൂലമായ സമയം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ്. സന്താനങ്ങളാൽ ഒരു മനസമാധാനം വന്നു ചേരാൻ പോകുന്നു. ഇവർക്ക് ഉയർച്ചയിലെത്താൻ സാധിക്കുന്നു. ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധ്യമാകുന്നു. എല്ലാ രീതിയിലും ഗുണാനുഭവങ്ങൾ ഈ പറഞ്ഞ 3 രാശിക്കാർക്ക് വന്നു ചേരും. ജീവിതത്തിൽ ഇവരെ സംബന്ധിച്ച് നല്ല നാളുകളുടെ തുടക്കമാണ് മെയ് മാസം. അതിൻ്റെ ചില ലക്ഷണങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഇനി അനുഭവത്തിൽ വരും. ആരൊക്കെയാണ് ആ നക്ഷത്രജാതകർ? അവർ എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത്? അവർക്ക് ഏതെല്ലാം വിധേനയുള്ള നേട്ടങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇനിയൊരു സമയമാറ്റത്തിൻ്റെ നല്ല നാളുകളുടെ തുടക്കം ഇവിടെ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 15 കഴിയുന്നതോടുകൂടി ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഈ നക്ഷത്രജാതകർക്ക് പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ഒരു ജീവിത വിജയം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരും. പിതാവുമായോ പിതൃസ്ഥാനത്തുള്ളവരുമായോ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ചിന്തിക്കണം. ചില അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കേണ്ടതാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അപ്രതീക്ഷിതമായി പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ഏതായാലും നമുക്ക് ആ 3 രാശിക്കാർക്ക് ഒരുപാട് വേദനകളും സങ്കടങ്ങളും അനുഭവിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ അത്താണിയാകുകയാണ് ഇനിയുള്ള നാളുകൾ. വ്രതശുദ്ധിയോടെ ക്ഷേത്രദർശനം നടത്തുക. അതിസമ്പന്നരാകും ഈ നക്ഷത്രജാതകർ. രാജയോഗ തുല്യമായ ജീവിതം ഇവർ നയിക്കും. ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. പ്രാർത്ഥന നടത്തും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ സാധ്യമാകുന്ന ആ ആദ്യത്തെ 3 നക്ഷത്രജാതകർ കർക്കിടകൻ രാശിക്കാർ തന്നെയാണ്. കർക്കിടകൻ രാശിക്കാരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ തന്നെയായിരുന്നു. പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് നേട്ടത്തിൻ്റെ സമയമാണ്. വലിയ നിലയിൽ എത്തിച്ചേരുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു. അടുത്തുള്ള മാരിയമ്മൻ കോവിലിലൊക്കെ ദർശനം നടത്തുക. അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക. ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തുക. അവിടെയും നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക. ശത്രുസംഹാരത്തിനായി ബഹുളാമുഖി അർച്ചന നടത്തുക. ദോഷങ്ങളൊക്കെ അകറ്റുവാനും
ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരുവാനും മറുതയ്ക്ക് മുറുക്കാൻ അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക, അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും സൗഭാഗ്യത്തിനും കാരണമാകും. ഇനി നിങ്ങളുടെ ജീവിതം മാറിമറിയും. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഈ പുണർതംകാരും പൂയംകാരും ആയില്യംകാരും നേടിയെടുക്കും. അത്രയധികം നേട്ടത്തിലേക്കാണ് പുണർതവും പൂയവും ആയില്യവും എത്തുന്നത്. ലോട്ടറിയൊക്കെ എടുക്കുന്ന ശീലമുള്ള പുണർതം പൂയം ആയില്യം നക്ഷത്ര ജാതകർക്ക് ഒരു ലോട്ടറിയൊക്കെ ഭാഗ്യമായി വന്നു ചേർന്നേക്കാം. അധികം ലോട്ടറിയൊന്നും എടുത്തില്ലെങ്കിലും വല്ലപ്പോഴും ഒരു ക്ഷേത്ര നടയിലൊക്കെ തൊഴുവാൻ പോകുമ്പോൾ പ്രാർത്ഥന നടത്തി മടങ്ങി വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ നിങ്ങളുടെ മുന്നിൽ ഒരു ലോട്ടറിയുമായി വന്ന് ഒന്ന് കൈനീട്ടുമ്പോൾ ഒരു ചെറിയ തുക കൊടുത്ത് ഒരു ലോട്ടറിയൊക്കെ സ്വന്തമാക്കുക. അതൊരു പക്ഷേ ജീവിതം മാറ്റിമറിച്ചേക്കാം. രാജയോഗ തുല്യമായ ജീവിതം നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നത് ആ ഒരു സമയമായിരിക്കാം. ഏതായാലും ഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്, ഐശ്വര്യത്തിൻ്റെ സമയമാണ്. പുണർതവും പൂയവും ആയില്യവും രക്ഷപ്പെടും. ജീവിതത്തിലെ എല്ലാ സമൃദ്ധിയും ഇനി നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ പുണർതത്തിനും പൂയത്തിനും ആയില്യത്തിനും നേടിയെടുക്കാൻ കഴിയും. അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കയ്യിൽ വരും. കാലങ്ങളായി ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും. വിവാഹത്തിലൊക്കെ വന്നു ചേർന്നിട്ടുള്ള തടസ്സങ്ങളും തർക്കങ്ങളുമൊക്കെ മാറിക്കിട്ടും. പുതിയൊരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ആ ഒരു പുതിയ ജോലിയൊക്കെ ലഭ്യമാകും. അങ്ങനെ പുണർതത്തിനും പൂയത്തിനും ആയില്യത്തിനും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. അടുത്ത നക്ഷത്ര ജാതകർ ഇടവക്കൂറുകാരാണ്. ഇടവക്കൂറിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകയിരത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഇപ്പോഴും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഇവരുടെ സകല കാലക്കേടും സകല സമയദോഷങ്ങളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും. പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നു, പല വിധത്തിലുള്ള വഴിപാടുകൾ നടത്തുന്നു. പക്ഷേ പലപ്പോഴും ഇതൊന്നും ഫലം കാണുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഇനി കാർത്തികയ്ക്കും രോഹിണിക്കും മകയിരത്തിനും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും നീങ്ങി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. അത്രയധികം സൗഭാഗ്യ സമ്പന്നതയിൽ ഇവരെത്തും. ഒരു 6 മാസത്തിനുള്ളിൽ ഇവരുടെ ബാങ്ക് ബാലൻസൊക്കെ നല്ല രീതിയിൽ കൂടും. ഒരു VIP പോലെ ജീവിക്കാനുള്ള ഒരു യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും. സമൂഹത്തിൽ വലിയൊരു അന്തസ്സും അഭിമാനവുമൊക്കെ ഇവർക്ക് വന്നു ചേരും. അത്രയധികം ഭാഗ്യസമയത്തിലേക്കാണ് ഇവരെത്തുന്നത്. ഇടവക്കൂറുകാർക്ക് ശുക്രനടിക്കും, അവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. കാർത്തികയ്ക്കും രോഹിണിക്കും മകയിരത്തിനും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഒരു വസ്തു വാങ്ങാനാകാം, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്ന കാര്യമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശ യോഗത്തിനാകാം, അല്ലെങ്കിൽ മക്കളുടെ ഏതെങ്കിലും നല്ല കാര്യത്തിനാകാം, അല്ലെങ്കിൽ കാലങ്ങളായി അനുഭവിക്കുന്ന തൊഴിൽ തടസ്സങ്ങളൊക്കെ ഇതിൽ പലരും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളിത് എഴുതി വെച്ചു. ഇടവക്കൂറിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകയിരത്തിനും അതീവ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കും. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. അതിസമ്പന്നതയിലെത്തും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ശത്രുദോഷങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. അതീവ സമ്പന്നതയിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് ഈശ്വരൻ ഇവിടെ തുറന്നു കാട്ടുന്നത്. അതിസമ്പന്നരാകും. രാജയോഗ തുല്യമായ ജീവിതം നയിക്കാനുള്ളൊരു ഭാഗ്യം ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്ര ജാതകർ അത് കന്നിരാശിക്കാരാണ്. കന്നിരാശിയിലെ ഉത്രവും അത്തവും ചിത്തിരയും
ഞാനിവിടെ പറയുന്നത് ഇവർക്ക് ധനമഴ പെയ്യുമെന്നാണ്. ധനമഴ പെയ്യും എന്ന് പറയുമ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്യുമ്പോൾ ധനമാകുമെന്നല്ല. ഇവർക്ക് ജീവിക്കാനുള്ള, ഇവർക്ക് നല്ല നിലയിൽ കഴിയുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു. ഇത് കുറഞ്ഞ കാലമൊന്നുമല്ല, കൂടുതൽ കാലം ഇത് നിലനിൽക്കും. ഇവർ സ്വന്തമായി അധ്വാനിച്ച് ഇവർ ഉണ്ടാക്കും. എല്ലാ രീതിയിലും ഭാഗ്യമാണ്. കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തണം. കന്നിരാശിക്കാർ കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തണം. ക്ഷേത്രദർശനം മുടക്കി ഒരു കാര്യവും ചെയ്യരുത്. ക്ഷേത്രദർശനം നടത്തുക. അതുപോലെ വിളക്ക് എല്ലാ ദിവസവും ദീപം വീട്ടിൽ കത്തിച്ച് അതിനു മുന്നിൽ പ്രാർത്ഥിക്കുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യത്തിനും നേട്ടത്തിനും ഐശ്വര്യത്തിനും ഒക്കെ കാരണമാകും. ശുക്രനടിക്കുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കർക്കിടകൻ രാശിക്കാരും ഇടവക്കൂറുകാരും കന്നിക്കൂറുകാരും. ഇവർക്ക് ധാരാളം ധനം വന്നു ചേരും. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയും. അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം നല്ല സമയമാണ് ഇവരുടെ മുന്നിൽ തെളിയുന്നത്. ഇത് പ്രവചനം, ഇത് സത്യമാകും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചട്ടായിത്തീരും. അത്രയധികം നല്ല സമയത്തിലേക്കും ഭാഗ്യസമയത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും. നിങ്ങളുടെ ജീവിതം മാറി മറിയും. നിങ്ങൾ കൊതിക്കുന്നതൊക്കെ മെയ് മാസത്തോടു കൂടി നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. അതിൻ്റെ ഒരു ആരംഭം എന്ന വണ്ണം ഏപ്രിൽ ഒരു 15 കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ നിങ്ങളിൽ കണ്ടു തുടങ്ങും. പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. എത്ര വലിയ ശത്രുവാണെങ്കിൽ പോലും അവൻ്റെ ഒരു പണിയും നിങ്ങളിരിക്കാൻ നടക്കത്തില്ല. നിങ്ങൾ ദൈവത്തെ വിളിച്ച് മുന്നോട്ട് പോവുക. എല്ലാം ദൈവം നോക്കിക്കോളും. സാക്ഷാൽ ഗുരുവായൂരപ്പൻ നോക്കിക്കോളും. സാക്ഷാൽ മുത്തുമാരിയമ്മ നോക്കിക്കോളും. വിഷ്ണു ഭഗവാൻ നോക്കിക്കൊള്ളും. ശിവഭഗവാൻ നോക്കിക്കൊള്ളും. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. സൗഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത്. ഇഷ്ടസന്താനലബ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത്. മുത്താരമ്മ നിങ്ങളെ കാത്തുകൊള്ളും. ഉറപ്പായും